ബ്രേക്കിംഗ് ആണ്. മുസ്ലിം ലീഗിൽ ഒരു വിസ്മയവും ഉണ്ടാകാൻ പോകുന്നില്ല. മുസ്ലിം ലീഗിൽ ഒരു വിസ്ഫോടനവും ഉണ്ടാകാൻ പോകുന്നില്ല. അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമായി മുസ്ലിം ലീഗ് നേതൃത്വം ചർച്ച നടത്തി. പാണക്കാട് തങ്ങൾ ചർച്ച നടത്തി. അനിശ്ചിതത്വത്തിന് അവസാനമാവുകയാണ്. മുസ്ലിം ലീഗിൽ തന്നെ അബ്ദുറഹ്മാൻ രണ്ടത്താണി തുടരും. പാണക്കാടെത്തി അബ്ബാസ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. അബ്ദുറഹ്മാൻ രണ്ടത്താണി സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് രണ്ടത്താണി പാണക്കാടേക്ക് വന്നത്. മുസ്ലിം ലീഗിൽ തന്നെ തുടരുമെന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണി അറിയിക്കുകയാണ്. അതായത് മുസ്ലിം ലീഗിൽ കലാപക്കൊടി ഉയർത്തിയ ഫേസ്ബുക്കിലൂടെയാണ് കലാപക്കൊടി ഉയർത്തിയത്. അത് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ പ്രതികരണവും കേരളം കേട്ടു. പക്ഷേ ഒരു വിസ്മയവുമില്ല മുസ്ലിം ലീഗിൽ, ഒരു വിസ്ഫോടനവുമില്ല മുസ്ലിം ലീഗിൽ. രണ്ടത്താണി അബ്ദുറഹ്മാൻ രണ്ടത്താണി എങ്ങോട്ടും പോകുന്നില്ല. ക്രിസ്റ്റൽ ക്ലിയർ ആയ സ്ഥാനാർത്ഥിയാകാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഇല്ല. തിരൂരിലേക്കുമില്ല, തിരൂരങ്ങാടിയിലേക്കുമില്ല, താന്നൂരിലേക്കുമില്ല. രണ്ടത്താണി ലീഗിനെ രണ്ടാക്കാതെ ലീഗിൽ തന്നെ തുടരുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇന്നലെ മുസ്ലിം ലീഗിന്റെ 25 പേരുടെ പട്ടിക വന്നതിന് പിന്നാലെ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഫേസ്ബുക്കിൽ 2 പോസ്റ്റുകളിട്ടാണ് അദ്ദേഹത്തിന്റെ എതിർപ്പ്, വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ രണ്ടത്താണിയെ സഖാവാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വേസ്റ്റായി, അതെല്ലാം വെറുതെയായി. അബ്ദുറഹ്മാൻ രണ്ടത്താണി ലീഗിൽ തന്നെ തുടരും. പാണക്കാടേക്ക് എത്തി കൂടിക്കാഴ്ച നടത്തി എല്ലാ പ്രതിസന്ധിക്കും പരിഹാരം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടത്താണി മുസ്ലിം ലീഗിൽ തന്നെ തുടരും. ഒരു തരത്തിലുള്ള വിസ്മയമാകാനും ഒരു തരത്തിലും തിരൂരിലേക്കും താന്നൂരിലേക്കും തിരൂരങ്ങാടിയിലേക്കും CPM അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളത് കട്ടായം. അരുൺ അമൃതാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, CPM നേതാക്കൾ ഒന്ന് പ്രതീക്ഷിച്ചിരുന്നു. വിജയരാഘവന്റെ വാക്കുകളിൽ ആ പ്രതീക്ഷ നമ്മൾ കേട്ടതാണ്, കണ്ടതാണ്. പക്ഷേ വിസ്മയിപ്പിക്കാനില്ല രണ്ടത്താണി. ആര്യ, രണ്ടും കൽപ്പിച്ചായിരുന്നു രണ്ടത്താണി. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ട്വിസ്റ്റ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. പാണക്കാട് നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. പതിവ് ശൈലിയിൽ തന്നെ അബ്ദുറഹ്മാൻ രണ്ടത്താണി തിരികെ ലീഗിൽ തുടരും എന്നുള്ളത് ഈ മണിക്കൂറിൽ നമുക്ക് പറയാനാകുന്നു എന്നുള്ളത് തന്നെയാണ്. ആര്യ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിൽ നാടകീയമായ നീക്കങ്ങൾ തന്നെയാണ് നടന്നത്. ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നു. ഏറെ ആകാംക്ഷയ്ക്കൊടുവിലായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. മണിക്കൂറുകൾക്കുള്ളിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ പോസ്റ്റ് വരുന്നു. ആദ്യം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ മാത്രം പ്രശംസിച്ചൊരു പോസ്റ്റായിരുന്നു അത്. പിന്നീട് അത് പോസ്റ്റ് തിരുത്തി മറ്റൊരു പോസ്റ്റ് കൂടി കുറിക്കുന്നു. പോസ്റ്റ് അബദ്ധം പറ്റിയതാണെന്ന് പറയുന്നു. ഇന്ന് രാവിലെ പക്ഷേ പരോക്ഷ വിമർശനം PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ എഴുതിക്കൊണ്ട് തന്നെ അത് രണ്ടും കൽപ്പിച്ചാണെന്ന് വ്യക്തമാക്കുകയായിരുന്നു. അത് ചില നേതാക്കൾ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി തങ്ങളെ കരുവാക്കി എന്നുള്ള ഗുരുതര പരാമർശം ഉൾപ്പെടെയുള്ള പോസ്റ്റായിരുന്നു അത്. പിന്നാലെയാണ് LDFന് ഇത്തരത്തിലൊരു പ്രതീക്ഷ നൽകുന്നത്. LDF സീറ്റ് ഉൾപ്പെടെ തിരൂരങ്ങാടിയിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണിക്കായി കളമൊരുക്കുന്നതിനായി CPI ആയി ചർച്ച ഉൾപ്പെടെ നടത്തി. അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമായുള്ള ഒരു ചർച്ചയ്ക്ക് വരെ അത്തരത്തിലുള്ള പ്രാദേശിക ശ്രമങ്ങൾ ഉൾപ്പെടെ നടത്തി. വിജയരാഘവൻ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പ്രശംസിക്കുന്നു. അബ്ദുറഹ്മാൻ രണ്ടത്താണി തിരിച്ച് ഇത്തരത്തിൽ നന്ദി അറിയിക്കുന്നു. പിന്നീടാണ് പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. പ്രാദേശിക നേതാക്കളെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ വീട്ടിലേക്ക് അയക്കുന്നു. അത്തരത്തിൽ രാത്രിക്ക് രാത്രി അബ്ബാസ് അലി തങ്ങളുമായി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രണ്ടാക്കാൻ രണ്ടത്താണി ഒരുങ്ങുന്നില്ല. വിസ്മയിപ്പിക്കാൻ രണ്ടത്താണിയില്ല. മുസ്ലിം ലീഗിൽ തന്നെ അബ്ദുറഹ്മാൻ രണ്ടത്താണി തുടരും.